നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ ആദായ നികുതി പരിധി കുത്തനെ ഉയർത്തി മധ്യവർഗത്തെ കയ്യിലെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഡൽഹി ലക്ഷ്യമിട്ടാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഡൽഹിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കർക്കശമായി തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡൽഹി എന്ന എവിടെയും ഉച്ചരിക്കാതെ ഡൽഹിക്ക് വേണ്ടി ഡൽഹിയിലെ വോട്ടർമാർ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ 33 ലക്ഷം വരുന്നു മധ്യവർഗം. അപ്പോൾ അവരുടെ വോട്ട് കിട്ടുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഈ ബീഹാറിലേക്ക് വരുമ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളും ഇത്രയധികം പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഈ മഖാന എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മഖാന കർഷകരല്ല രാജ്യത്ത് സമരം ചെയ്യുന്നത്. ഇവിടെ നെൽകർഷകരാണ് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ, അവരുടെ കടം എഴുതിത്തള്ളാതെ, അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ബീഹാറിന് നേരത്തെ 8 തവണയെങ്കിലും ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ബീഹാർ എന്ന ധനമന്ത്രി എടുത്തു പറയുകയാണ്. ഇത് എപ്പോഴും ഒരു സന്ദേശം, ഈ അവരുടെ രാഷ്ട്രീയം സന്ദേശം കൃത്യമായി ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ സന്ദേശം കൃത്യമായി തന്നെ ഇതിൽ കൃത്യമായി മനസ്സിലാക്കാനാകുന്നു എന്നുള്ളതാണ്.